ഞാൻ എഴുതിയ കവിത പ്രതീക്ഷ അഥവാ ഹോപ്പ് എന്ന ടൈറ്റിലായിരുന്നു. ഇംഗ്ലീഷിലാണ് ഞാൻ എഴുതിയത്. ഹോപ്പ് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി 3 പതിറ്റാണ്ട് മുമ്പ് എന്നെ വിട്ടുപിരിഞ്ഞു പോയി. അയാളെ എന്നും ഞാൻ ഓർക്കുന്നുണ്ട്. അയാളുമായിട്ട് എന്തെങ്കിലും ഞാൻ കണ്ടുമുട്ടും. എൻ്റെ മരണശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ അവിടെ വെച്ച് അയാളുമായി ഞാൻ കണ്ടുമുട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി എഴുതിയ ഒരു കവിതയാണ്. അതിന് ഭാഗ്യവശാൽ ഖയാലിൽ നിന്ന് എനിക്ക് 1ാം സമ്മാനം ലഭിച്ചു. ഓർമ്മയില്ല. ഖയാലിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഖയാലിന് നന്ദി അറിയിക്കുന്നു. എൻ്റെ കൂടെ കവിത എഴുതിയ എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോരുത്തരെയും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഖയാലിലേക്ക് വെൽക്കം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഖയാൽ ഫാമിലിയിൽ മെമ്പേഴ്സാണ്, ഖയാൽ കേരള കമ്മ്യൂണിറ്റി അംഗങ്ങളാണ്. അപ്പം താങ്ക് യു എവറി വൺ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ആൻഡ് ഫ്രം ദി ഖയാൽ ടീം. താങ്ക് യു. Thank you for supporting us, and a huge congratulations to all the winners. We hope to see you again soon. Thank you so much. ഈ കവിതകളെല്ലാം മഹത്തായ കവിതകളാണെന്നും ഇത് മഹത്തായ രചനകളാണെന്നും ഒരിക്കലും ആരും എഴുതിയവരും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇവയുടെ എല്ലാം ഉള്ളിൽ കവിതയുടെ ഒരു സ്ഫുരണം, ഒരു സ്പാർക്കുണ്ട്. ആ സ്പാർക്കിനെ നിയന്ത്രിക്കുന്ന ഒരു കാവ്യ സംസ്കാരമുണ്ട്. പലർക്കും പല പഴയ കാൽപ്പനിക സംസ്കാരം, 2-3 പേര് പുതിയ കാലത്തിൻ്റെ പദസംഘാതങ്ങൾ ഒക്കെ ഉപയോഗിച്ച് കവിത എഴുതിയിട്ടുണ്ട്. പൂർണ്ണമായും നമ്മൾ പ്രോസ് വളരെ വരണ്ട തോന്നുന്ന ഗദ്യത്തിൽ കവിത എഴുതിയവരുണ്ട്, നല്ല വൃത്തത്തിൽ കവിത എഴുതിയവരുണ്ട്, മനോഹരമായ താളത്തിൽ കവിത എഴുതിയവരുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു കവിതകളാണ് ഞാൻ പരിശോധിച്ചത്. അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. 3 സെൻറ്റൻസുള്ള വായിച്ചിട്ട് അവസാനിപ്പിക്കും. ഈ കവിതകളിലെല്ലാം കവിതയുടെ സ്ഫുരണങ്ങളുണ്ട്, സ്പാർക്കുണ്ട്. താളത്തിലും വൃത്തത്തിലും ഗദ്യത്തിലുമുള്ള രചനകളുണ്ട്. രൂപത്തിൽ അത് ഈ വ്യത്യാസങ്ങളൊന്നും കാവ്യ മികവിൻ്റെ പരിഗണനയിൽ കാര്യമായി എടുത്തിട്ടില്ല. കാരണം കവിത ആത്യന്തികമായി ഒരു കാവ്യ പദ്ധതിയാണ്, ആശയ പദ്ധതി മാത്രം. ആശയങ്ങളുണ്ടാകാൻ കവിതയിൽ. പക്ഷേ ഞാൻ എപ്പോഴും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരുപക്ഷെ മലയാളത്തിൽ ഇപ്പോഴത്തെ ഈ കവിത എന്ന പേരിൽ വയത്തൊന്നൊക്കെ എഴുതി വെച്ചിട്ട് മേനി അടിച്ച് നടക്കുന്നവരൊക്കെ എന്നോട് യുദ്ധം ചെയ്യുന്നൊരു വിഷയം കൂടിയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് കവിത എന്ന് പറഞ്ഞാൽ കാവ്യ പദ്ധതിയാണ്, അതൊരു ആശയ പദ്ധതി മാത്രമല്ല. കുറേ ആശയങ്ങൾ എടുത്തു വെച്ചിട്ട് ഇത് കവിതയാണെന്ന് പറഞ്ഞാൽ കാവ്യബോധത്തോട് സമ്മതിക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ ഈ കവിതകളെല്ലാം തന്നെ കാവ്യബോധത്തിൻ്റെ സ്ഫുരണങ്ങളുണ്ട്. ഈ കവിത എഴുതിയ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു കാരണവശാലും നിങ്ങൾ ധരിക്കരുത് ഈ കവിതയിൽ 1-2 സ്ഥാനങ്ങൾ ലഭിക്കാതെ അവരുടെ മോശകരമല്ല. വലിയ പ്രയാസപ്പെട്ടാണ് ഞാനിത് ജഡ്ജ് ചെയ്തത്. ഭാരതയുടെ ക്ഷണമനുസരിച്ചാണ് എത്തി ഈ കവിതകളെല്ലാം പരിശോധിച്ചത്. കവിതകൾ പരിശോധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഇവർ കൊടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഹോപ്പ് എന്നാണ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യാശ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ ഓർഡർ ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു ഫോക്കൽ തീമായി നിർത്തിക്കൊണ്ട് ഇതിൻ്റെ സംഘാടകർ കുറച്ച് സറ്റൈറ്റായിട്ടല്ല, ആ ഹോപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെ പരിഗണിക്കാം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്, ഓപ്റ്റിമിസം, ശുഭപ്രതീക്ഷയുണ്ട്, ആഗ്രഹമുണ്ട്, കാത്തിരിപ്പുണ്ട്. ഇങ്ങനെ കുറേ ഒരു 10-12 വിഷയങ്ങൾ അനുബന്ധമായി കൊടുത്തിട്ടുണ്ട്. ഈ കവിത എഴുതിയവരെല്ലാം അവർക്ക് ഇഷ്ടമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു നറുക്കെടുപ്പിലൂടെയാണ് അവരത് നിയന്ത്രിച്ചതെന്ന് എനിക്ക്